സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി. സർക്കാരിന്റെ നവകേരള സർവേ ഹൈക്കോടതി റദ്ദാക്കി. സർവേ നിയമവിരുദ്ധമെന്നും ധനകാര്യ അനുമതിയില്ലെന്നും കോടതി വ്യക്തമാക്കി. ബജറ്റ് വകയിരുത്തലോ ധനകാര്യ അനുമതിയോ ഇല്ലാതെ നവകേരള സർവേ നടത്താനിരുന്ന സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവ്. KSU നേതാക്കൾ നൽകിയ ഹർജികളിലാണ് കോടതി നവകേരള സർവേ റദ്ദാക്കിയത്. സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളും വികസനവും എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ജനങ്ങളോട് ചോദിച്ചറിയുവാൻ സംഘടിപ്പിച്ച നവകേരള സർവേ CPMന്റെ പാർട്ടി പരിപാടിയാണെന്ന് ഹർജിക്കാർ ആരോപിച്ചിരുന്നു. സർക്കാർ ചെലവിൽ CPMന്റെ പ്രചരണം നടത്തുവാനാണ് ശ്രമമെന്നും പ്രധാന സംഘാടകരിൽ പലരും CPM പ്രവർത്തകരാണെന്നും ഹർജിക്കാർ ആരോപിച്ചിരുന്നു. ധനകാര്യ അനുമതിയില്ലാത്ത ഇത്തരം പരിപാടികൾ നിയമവിരുദ്ധമാണെന്നാണ് ഹൈക്കോടതിയുടെയും വിലയിരുത്തൽ. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ പൊതുധനം ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രചരണം അനുവദിക്കാനാവില്ലെന്നും കോടതി ഓർമ്മിപ്പിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. സർക്കാരിന്റെ ഇനിയുള്ള നീക്കം വളരെ പ്രധാനമാണ്. നവകേരള സർവേക്കെതിരായ ഹൈക്കോടതി വിധിയിൽ ആവശ്യമെങ്കിൽ അപ്പീൽ പോകുമെന്ന് നിയമമന്ത്രി P. രാജീവ്. വിധി സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ്. സാങ്കേതിക പ്രശ്നമാണെങ്കിൽ പിഴവ് നികത്തും. സർവേ റദ്ദാക്കിയത് രാഷ്ട്രീയം ചൂണ്ടിക്കാട്ടിയാണോ എന്ന് അറിയില്ലെന്നും മന്ത്രി പറഞ്ഞു. സർവേ റദ്ദാക്കി വിധി വരട്ടെ. വിധി വന്നാലല്ലേ ഏത് കണ്ടീഷനിലാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സാങ്കേതികമായിട്ടുള്ള റൂൾസ് ഓഫ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടാണെന്നാണ്. എന്തായാലും റദ്ദാക്കിയതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് വിധി പൂർണ്ണമായിട്ട് വരുമ്പോൾ ഞങ്ങൾ പരിശോധിക്കും. ചിലപ്പോൾ സാങ്കേതികമായ പ്രശ്നമാണെങ്കിൽ സാങ്കേതികമായ പിഴവ് നികത്തും. അതല്ല വേറെ പ്രശ്നങ്ങളാണെങ്കിൽ അതെന്താണെന്ന് പരിശോധിച്ചിട്ട് തുടർ നടപടി സ്വീകരിക്കും. ഇതിൻ്റെ എന്താണ് കാര്യം എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് കോടതിയുടെ വിധി മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് മാറ്റം വരുത്തേണ്ട ഏതെങ്കിലും ഭാഗമാണ് ടെക്നിക്കലി അവർ പറയുമെന്നെങ്കിൽ ആ മാറ്റം വരുത്തും. അതല്ല ഞങ്ങൾ അപ്പീൽ പോകേണ്ട ഭാഗങ്ങളുണ്ടോ എന്നുള്ളത് വിധി കിട്ടിയിട്ടായിരിക്കും മനസ്സിലാക്കാൻ കഴിയുക. അപ്പീൽ പോകേണ്ടതാണെങ്കിൽ അപ്പീൽ പോകും. തിരുത്തിക്കൊണ്ട് ചെയ്യാൻ കഴിയുമ്പോഴാണെങ്കിൽ തിരുത്തിക്കൊണ്ട് ചെയ്യും. സർക്കാർ ചെലവിലുള്ള രാഷ്ട്രീയ പ്രചരണം പൊളിഞ്ഞെന്ന് പ്രതിപക്ഷം. തുടക്കം മുതൽ തന്നെ ഈ പരിപാടിയെ പ്രതിപക്ഷം ശക്തമായി എതിർത്തിരുന്നു. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ പരിപാടി എന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇടതുമുന്നണി അജണ്ട നടപ്പാക്കുന്നു എന്ന വിമർശനം പ്രതിപക്ഷം തുടക്കം മുതലേ ശക്തമായി ഉന്നയിച്ചിരുന്നു. പ്രതിപക്ഷത്തിന്റെ ആരോപണം അടിവരയിടുന്നതാണെന്ന് നവകേരള ക്യാമ്പയിനിലെ കോടതി വിധിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാർ നടപടി ബജറ്റ് മാനുവലിന്റെ ലംഘനമെന്നും സാമ്പത്തികമായ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സർക്കാരിന്റെ പണം ദുരുപയോഗം ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമെന്നും VD സതീശൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുകയും നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. ഇതിനുവേണ്ടി പണം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കാൻ ഖജനാവിലേക്ക് തിരിച്ചടയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ പ്രതിപക്ഷം വളരെ ഗൗരവത്തോടുകൂടി ഉന്നയിച്ച ഒരു ആരോപണം ഹൈക്കോടതി വിധിയോടുകൂടി അതിനെ അടിവരയിട്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. നവകേരള സർവേ റദ്ദാക്കിയ കോടതി വിധി സർക്കാരിന്റെ കരണത്ത് കിട്ടിയ അടിയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. നാണം കെട്ട പരിപാടിയാണ് സർക്കാർ നടത്താൻ ശ്രമിച്ചതെന്ന് ആരോപിച്ച അദ്ദേഹം ഇത്തരത്തിലുള്ള പരിപാടി കേരളത്തിൽ മുമ്പുണ്ടായിട്ടില്ലെന്നും വിമർശിച്ചു. മുഖ്യമന്ത്രിയുടെ ചിത്രം പതിച്ചത് കാരണം KSRTC ബസ്സുകളിൽ പോലും ജനങ്ങൾക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത്തരത്തിലുള്ള അപജയങ്ങളാണ് ബംഗാളിൽ ഇടതുപക്ഷത്തെ ഇല്ലാതാക്കിയതെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. നവകേരള സർവേ നടത്താൻ തീരുമാനിച്ചു. രാഷ്ട്രീയ പ്രചരണമായിരുന്നു. തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നടത്തിക്കാനായിരുന്നു ശ്രമം. ഞങ്ങൾ അതുകൊണ്ടാണ് ആദ്യം മുതൽ എന്നെ എതിർത്തത്. കോടതിയുടെ തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കോടതി ശരിയായ അർത്ഥത്തിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പാർട്ടിക്ക് വേണ്ടി വിടുപണി ചെയ്യിക്കുന്ന ജോലിയാണ് ഇവർ ഏറ്റെടുത്തത്. KSU നൽകിയ ഹർജിയിലാണ് ഈ നവകേരള സർവേ റദ്ദാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ്. CPM പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ടൊരു രാഷ്ട്രീയ പരിപാടിയാണ് നടത്തുന്നത് എന്നായിരുന്നു ഹർജിക്കാർ കോടതിയിൽ പറഞ്ഞത്. ഹർജിയിൽ കോടതി നിരവധി തവണ വാദം കേട്ടിരുന്നു. നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി നടപടി സർക്കാരിന്റെ മുഖത്തേറ്റ അടിയെന്ന് KSU. പൊതുഖജനാവിലെ പണം CPMന്റെ PR വർക്കിനായി വിനിയോഗിക്കാനായിരുന്നു സർക്കാർ നീക്കം. PV സർക്കാരല്ല PR സർക്കാരാണ് കേരളത്തിൽ ഭരണം നടത്തുന്നതെന്നും KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു. എല്ലാ വിധത്തിലുമുള്ള നികുതി ഈ സർക്കാരിന് അടയ്ക്കുമ്പോൾ അത് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പൊതുസമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടുന്ന പണമാണ്. എന്നാൽ ഇത് പിണറായി വിജയൻ സർക്കാർ അവരുടെ PR എക്സസൈസ് നടത്തുന്നതിന് വേണ്ടി CPMന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ പണം ഉപയോഗിക്കുമ്പോൾ ഒരു സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് യാതൊരു രീതിയിലും അംഗീകരിക്കാൻ സാധിക്കില്ല. പൊതു താൽപ്പര്യ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊടുത്തു. ഇന്ന് ഹൈക്കോടതി നിശിതമായിട്ടുള്ള രീതിയിൽ സർക്കാരിനെ വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പൊതു ഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല. ഈ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊസീജിയറുകൾ ഫോളോ ചെയ്തുകൊണ്ടാണോ ഇതിന്റെ പണം അലോക്കേറ്റ് ചെയ്തത്? അല്ലെങ്കിൽ
കൂടുതൽ വിവരങ്ങളിലേക്കും വിശകലനങ്ങളിലേക്കും ഒക്കെ പോകേണ്ടതുണ്ട്. കൊച്ചിയിൽ നിന്നും കെ പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രിക തയ്യാറാക്കുമ്പോൾ ഇടതുപക്ഷത്തിന് ഗുണകരമാകുന്ന തരത്തിലായിരുന്നു സർവേ പ്രവർത്തനങ്ങൾ. ആ സർവേ അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച സിറ്റിസൺ സർവേക്ക് ഹൈക്കോടതി കടിഞ്ഞാണിട്ടപ്പോൾ തിരിച്ചടി നേരിടുന്നത് CPM കൂടിയല്ലേ? അമ്പിളി, കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി തന്നെയായിരുന്നു CPMന്റെ ഒരു നിർദ്ദേശപ്രകാരം തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇത്തരമൊരു സർവേയിലേക്ക് കടന്നത്. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സംസ്ഥാനത്തെ 85 ലക്ഷത്തോളം കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയ ഒരു സർവേ ആരംഭിക്കുന്നു. അതിൽ 5 ലക്ഷത്തോളം വീടുകളിൽ സന്നദ്ധ പ്രവർത്തകർ കയറിയിറങ്ങുന്നു. 10,000-കണക്കിന് പ്രവർത്തകരെയാണ് ഇതിനായി ചുമതലപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരു ഘട്ടത്തിൽ ഈ സർവേ മന്ദഗതിയിലേക്ക് പോയിരുന്നതാണ്. പക്ഷേ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ഈ സർവേക്ക് വേഗത കൈവരിക്കുന്നു. ഇത് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയത് ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വികസന പദ്ധതികൾ സംബന്ധിച്ച് ഒരു സർവേ നടത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു സർവേ നടത്തി സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശരിയായ രീതിയിലായിരുന്നു ഒരു ഉദ്ദേശമെങ്കിൽ ആ സർവേ നടത്തേണ്ട ഒരു പക്ഷേ 1 വർഷം മുന്നെയോ 2 വർഷം മുന്നെയോ നടത്തണം. കാരണം അതിലൊരു മാറ്റം വരുത്തി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സർക്കാരിന്റെ നയരൂപീകരണത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കണമായിരുന്നെങ്കിൽ ആ സമയത്താണ് ചെയ്തത്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം സംസ്ഥാനം നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇത്തരമൊരു നീക്കം വേഗത്തിലാക്കിയത് തന്നെ കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങളാണ്. കാരണം ഈ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ച് കിട്ടുന്ന അല്ലെങ്കിൽ അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി കാതലായ മാറ്റങ്ങൾ പ്രകടന പത്രികയിലൂടെ മുന്നോട്ട് വെക്കാൻ തന്നെയാണ് LDF CPM ഉദ്ദേശിച്ചത്. അതിനാണ് വലിയ തരത്തിൽ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയമായ തിരിച്ചടി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇനി ഇപ്പോഴും നിയമമന്ത്രി പറയുന്നത് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട അപ്പീലിന് പോകുന്ന കാര്യം പരിശോധിക്കുന്നു എന്നാണ്. അങ്ങനെ അപ്പീലിന് പോയാലും ഹൈക്കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം തന്നെയുണ്ട്. ധനവിനിയോഗ കാര്യത്തിലടക്കം തന്നെ, അതായത് സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നേട്ടമുണ്ടാകുന്ന തരത്തിൽ എങ്ങനെയാണ് ഒരു സർവേ നടത്താൻ കഴിയുക എന്നുള്ളതാണ്. ധനവിനിയോഗ കാര്യത്തിലടക്കം തന്നെ അച്ചടക്കം പാലിക്കാൻ കഴിയണമെന്നുള്ളതാണ്. സ്വാഭാവികമായും സാങ്കേതിക പ്രശ്നങ്ങളല്ല എന്നുള്ളത് വളരെ കൃത്യമാണ് ആ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ വളരെ കൃത്യമായ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അവർ അതിശക്തമായി തന്നെ ഇനി ഒരു അപ്പീലുമായി പോയാലും അതിനെ എതിർക്കാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് തന്നെ പോകും. ഒപ്പം തന്നെ നിയമ പോരാട്ടം തുടരുകയും ഒക്കെ ചെയ്യും. പക്ഷെ ആ തുടരുന്ന നിയമ പോരാട്ടം കൊണ്ട് കാര്യമായ പ്രയോജനം ഉണ്ടായാൽ, കാരണം വളരെ താമസിയാതെ തന്നെ തിരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം കടക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ് CPMന്, ഇടതുപക്ഷത്തിന് ഈ ഒരു ഹർജി, KSU നൽകിയ ഹർജി കൊണ്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഹൈക്കോടതി വിധി, ഹൈക്കോടതിയുടെ നിലപാടുകൾ, അത് വലിയ തരത്തിലുള്ള പ്രത്യാഘാതം ഈ LDF അല്ലെങ്കിൽ CPM ഉദ്ദേശിച്ച കാര്യങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ് അമ്പിളി. ശരി, പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള, ആഗോള അയ്യപ്പ സംഗമം, അങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി സർക്കാരും CPMഉം ഒക്കെ സമാനതകളില്ലാത്ത പ്രതിസന്ധി നേരിടുമ്പോഴാണ് ഹൈക്കോടതിയിൽ നിന്ന് ഈ വിധിയും തിരിച്ചടിയായിരിക്കുന്നത്. കെ പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രതിരോധ മേഖലയിലും AI രംഗത്തും വൻ സഹകരണം ലക്ഷ്യം വെച്ച് ഇന്ത്യയും ഫ്രാൻസും 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ദക്ഷിണ മുംബൈയിലെ ലോക് ഭവനിലായിരുന്നു കൂടിക്കാഴ്ച. ലോക് ഭവനിലെത്തിയ ഇമാനുവൽ മാക്രോണിനെ പ്രധാനമന്ത്രി ആശ്ലേഷത്തോടെയാണ് സ്വീകരിച്ചത്. ഇന്ത്യ ഫ്രാൻസ് ബന്ധത്തിന് അതിരുകളില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ ഇന്ത്യ സന്ദർശനം വലിയ സന്തോഷം നൽകുന്നതാണെന്നും ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ വലിയ ബന്ധമാണുള്ളതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇമാനുവൽ മാക്രോണിനൊപ്പം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഫ്രാൻസ് ഇന്ത്യയുടെ സ്പെഷ്യൽ ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ണറാണെന്നും മോദി പറഞ്ഞു. ആഗോള സ്ഥിരത, പുരോഗതി എന്നിവയ്ക്കായുള്ള പങ്കാളിയാണ് ഫ്രാൻസ്. ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത H-125 ഹെലികോപ്റ്റർ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കും. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള വ്യാപാരത്തിന് ഒരു തടസ്സവുമില്ല. ഫ്രാൻസുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ വലിയ വഴിത്തിരിവായി. നമ്മുടെ കമ്പനികൾക്കും ഇത് ഇരട്ട നികുതി ഒഴിവാക്കുന്നതിന് സഹായകമായി. ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴല്ല, കൈകോർക്കുമ്പോഴാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നതെന്നും മോദി പറഞ്ഞു. ഇന്ത്യ ഫ്രാൻസ് പാർട്ണർഷിപ്പ് നോസ് നോ ബൗണ്ടറീസ്. ഇറ്റ് ക്യാൻ റീച്ച് ഫ്രം ഡീപ് ഓഷൻസ് ടു ദ ടോളസ്റ്റ് മൗണ്ടെൻ. ഫ്രണ്ട്സ്, वर्ष 2026 भारत और यूरोप के संबंधों में एक टर्निंग पॉइंट है. ഇന്ന് പുലർച്ചെയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ മുംബൈയിലെത്തിയത്. ഗവർണർ ആചാര്യ ദേവറാത്തും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും ചേർന്ന് സ്വീകരിച്ചു. AI ഉച്ചകോടിയിലും മാക്രോൺ പങ്കെടുക്കും. 19-നാണ് ഇമാനുവൽ മാക്രോൺ മടങ്ങുക.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണും ചേർന്ന് വെർച്വൽ കോൺഫറൻസിലൂടെ കർണാടകയിലെ വെമഗലിൽ H-125 ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററായ ടാറ്റ എയർബസിന്റെ അവസാനഘട്ട അസംബ്ലിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉച്ചകോടിയിൽ ലോകത്തെ പ്രമുഖ സാങ്കേതിക കമ്പനികളുടെ തലവന്മാരും വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. UK, ദക്ഷിണ കൊറിയ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് ശേഷം AI ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യമായി ഇന്ത്യ മാറി. വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ നടക്കുന്ന ആദ്യ ഉച്ചകോടി കൂടിയാണിത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണിന് പുറമെ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, ബ്രസീൽ പ്രസിഡന്റ് ലുല ഡിസിൽവ എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. സുന്ദർ പിച്ചെ, ഡെമിസ് ഹസാബിസ്, ബ്രാഡ് സ്മിത്ത് തുടങ്ങി 100-ലധികം കമ്പനികളുടെ പ്രതിനിധികളും ഉച്ചകോടിയുടെ ഭാഗമാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരമർപ്പിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ 2008 പാകിസ്ഥാൻ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 2 ഫ്രഞ്ച് പൗരന്മാർ ഉൾപ്പെടെ 180-ലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു. അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ടായ പിഴവിന് കാരണം ദേവസ്വം ബോർഡിന്റെ വീഴ്ചയെന്ന് പ്രസിഡന്റ് കെ ജയകുമാർ. ഓഡിറ്ററുമായി കൃത്യമായ ആശയവിനിമയം നടത്തിയില്ലെന്നും പിഴവുകൾ തിരുത്തി പുതിയ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് 4.99 കോടിയായി നിജപ്പെടുത്തും. കരാർ ഏറ്റെടുത്ത ഊരാളുങ്കൽ കമ്പനി ഈ തുക അംഗീകരിക്കണമെന്നും ബോർഡ് ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടിയായി മാറിയ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് പിഴവുകൾ സ്വയം ഏറ്റെടുത്ത ദേവസ്വം ബോർഡ് രംഗത്ത് വരുന്നത്. ഓഡിറ്ററുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി ഉദ്യോഗസ്ഥർക്ക് നൽകാൻ കഴിയാത്തതും ആശയവിനിമയത്തിലെ വീഴ്ചയും പിഴവിന് കാരണമായതായി ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാട്ടുന്നു. ഓഡിറ്റ് റിപ്പോർട്ടിൽ നിരവധി തിരുത്തലുകൾ വരുത്താനുണ്ട്. 10 ദിവസത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കാൻ ദേവസ്വം കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചു. ഇവർ ഓഡിറ്ററുമായും കരാർ കമ്പനിയുമായി സംസാരിച്ച് തിരുത്തലുകൾ വരുത്തുമെന്നും ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. ദേവസ്വം കമ്മീഷണറും അക്കൗണ്ട്സ് ഓഫീസറും ചീഫ് എഞ്ചിനീയറും അടങ്ങുന്ന ഒരു ടാസ്ക് ഫോഴ്സ് അതിനുവേണ്ടി ഇന്ന് രൂപീകരിച്ചിട്ടുണ്ട് ബോർഡ്. ആ ടാസ്ക് ഫോഴ്സ് ഇപ്പോൾ തന്നെ പ്രവർത്തനക്ഷമമായി ഒരു 5-6 ദിവസത്തിനുള്ളിൽ ഓഡിറ്ററുമായിട്ട് ചർച്ച ചെയ്ത് ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് കടന്നുകൂടിയിട്ടുള്ള പല പരാമർശങ്ങളും വസ്തുതാപരമായ വെളിച്ചത്തിൽ അത് മാറിപ്പോകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതേസമയം അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പുകാരായ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കീഴിലുള്ള കമ്പനി 7 കോടി രൂപയുടെ ബില്ലാണ് നൽകിയത്. എന്നാൽ ദേവസ്വം ബോർഡ് 4.99 കോടി മാത്രമേ നൽകൂവെന്ന് അവരെ അറിയിച്ചു. ഈ തുക അംഗീകരിക്കാതെ ഊരാളുങ്കൽ കമ്പനിക്ക് വേറെ മാർഗമില്ലെന്നാണ് കെ ജയകുമാറിന്റെ മറുപടി. ആ 8.22 അവരുടെ ബില്ല് 7 കോടി. അതിനു മുമ്പ് തന്നെ നമ്മളിവിടെ 4.99 തരുള്ളൂ എന്ന് നേരത്തെ തീരുമാനിച്ചു. ബോർഡ് അഡ്വാൻസായി നൽകിയ 3 കോടി തിരിച്ച് അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. സ്പോൺസർഷിപ്പ് പ്രതീക്ഷിച്ചിരുന്ന പലയിടത്തു നിന്നും തുക കിട്ടിയില്ല. എന്നാൽ അദാനി തരാമെന്ന് പറഞ്ഞ 1 കോടി രൂപ കിട്ടുമെന്നും ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേടും ധൂർത്തും പുറത്തായതോടെ കണക്കിൽ തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുകയാണ് ദേവസ്വം ബോർഡ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംശയമുനയിലാക്കിയ ഈ പൊരുത്തക്കേടുകൾ ഇടതുമുന്നണിക്കും സംസ്ഥാന സർക്കാരിനുമേറ്റ രാഷ്ട്രീയ പ്രഹരം കൂടിയാണ്. ദേവസ്വം ബോർഡിൽ നിന്ന് മാത്രമല്ല, സർക്കാരിന്റെ ഭാഗത്തു നിന്നും സുതാര്യവും സത്യസന്ധവുമായ ഒരു മറുപടിക്കായി കാത്തിരിക്കുകയാണ് കേരളം. കൂടുതൽ വിലയിരുത്തലുകളിലേക്ക് പോവുകയാണ്. രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, തെറ്റുപറ്റിയെന്നും പിഴവുകൾ തുറന്ന് സമ്മതിക്കുകയും ചെയ്യുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രം മറുപടി പറഞ്ഞാൽ മതിയോ? എല്ലാ പിന്തുണയും നൽകിയ സംസ്ഥാന സർക്കാരും മറുപടി പറയാൻ ബാധ്യസ്ഥരല്ലേ ഈ വിഷയത്തിൽ? അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടുകളുടെ കണക്കുകളുടെ പിഴകൾ മുഴുവൻ തങ്ങളുടെ മാത്രം പിഴയാണ്. എല്ലാ പിഴകളും തങ്ങളുടേതാണ് എന്ന് ഏറ്റെടുക്കുകയാണ് ദേവസ്വം ബോർഡ് ഇന്ന് നടത്തിയിരിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അത് കൃത്യമായി തന്നെ ഏറ്റെടുക്കുന്ന രീതിയിൽ തന്നെ പറയുകയും ചെയ്യുന്നു. നേരത്തെ അമ്പിളി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിന് മാത്രമാണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ സാമ്പത്തിക ക്രമക്കേടുകളാണ് ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഈ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് 7.11 കോടി രൂപയാണ് ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിക്ക് നൽകേണ്ടതുണ്ട്. ഇതിൻ്റെ കരാർ ഏറ്റെടുത്ത സർവീസ് സൊസൈറ്റിക്ക് നൽകേണ്ടതുള്ളത്. എന്നാൽ അതിൻ്റെ ഉപകരാർ ഏറ്റെടുത്തിട്ടുള്ള IICക്ക് ഉൾപ്പെടെ അത് 4.99 കോടി രൂപ മാത്രമേ നൽകുകയുള്ളൂ എന്നാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നേരത്തെ നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ ദേവസ്വം കമ്മീഷണർ നൽകിയിട്ടുള്ള ആ കരാർ, ആ റിപ്പോർട്ട് പ്രകാരം അല്ലെങ്കിൽ ആ ഒരു കണക്ക് പ്രകാരമുള്ള പൈസ മാത്രമേ നൽകുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവ മുഴുവൻ വീണ്ടും പരിശോധിക്കുമെന്ന കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു. നിലവിൽ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയ ഓഡിറ്റർക്ക് നൽകിയ ദേവസ്വം ബോർഡിൽ നിന്ന് നൽകാതിരുന്ന കണക്കുകൾ അല്ലെങ്കിൽ ആ കണക്ക് പ്രകാരം ചോദിച്ചിട്ടുള്ള കുറിപ്പുകളടക്കം നൽകേണ്ടതുണ്ട്, രസീതുകളടക്കം നൽകേണ്ടതുണ്ട്. അവയൊന്നും കൃത്യമായി നൽകാത്തത് കൊണ്ടാണ് ഇത്രയും വലിയൊരു കണക്ക്
ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിന് മാത്രമാണോ എന്നാൽ ഇപ്പോൾ സർക്കാരിൽ നിന്ന്, അല്ലെ സർക്കാർ മന്ത്രിമാരിൽ നിന്നോ സർക്കാർ വകുപ്പുകളിൽ നിന്നോ വകുപ്പ് മന്ത്രിമാരുടെയൊക്കെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഇതിൻ്റെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിന് മാത്രമാണ്. ദേവസ്വം ബോർഡാണ് ഇത് പ്രോഗ്രാം നടത്തിയത് എന്ന രീതിയിലുള്ള ഒരു പ്രചാരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുതന്നെയായാലും വലിയൊരു വെട്ടിപ്പ്, വലിയൊരു തട്ടിപ്പ് തന്നെ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിരിക്കുന്നു. ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡിനെ ഉപയോഗിച്ചുകൊണ്ട് അയ്യപ്പ ഭക്തരെ മൊത്തവും കബളിപ്പിക്കുന്ന തരത്തിൽ ഒരു വലിയ ഇവന്റ് നടത്തിക്കൊണ്ട് തന്നെ സർക്കാർ തലത്തിൽ തന്നെ ഒരു വലിയ ഇവന്റ് നടത്തിക്കൊണ്ട് ഒരു തട്ടിപ്പിന് കളമൊരുങ്ങുകയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതും കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് ഈ രീതിയിൽ നടന്നിരിക്കുന്നത് എന്നതാണ് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന ഒരു റിപ്പോർട്ട്. ഹൈക്കോടതിയിൽ ആദ്യം തന്നെ ഈ ഒരു ഓഡിറ്ററുടെ റിപ്പോർട്ട് എത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ തന്നെ 11 ശരി, ആഗോള അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേടിൽ കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന് ദേവസ്വം ബോർഡ് പറയുന്നത് പോലെ തന്നെ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് സർക്കാരും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത് കുമാർ. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ സർക്കാർ നിലപാട് മയപ്പെടുത്തിയേക്കുമെന്ന സൂചന നൽകുകയാണ് CPM-ഉം ഇടതുമുന്നണിയുമെല്ലാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വിശ്വാസികളെ എതിരാക്കരുതെന്ന വികാരം പാർട്ടിയിൽ ശക്തമാണ്. സർക്കാർ എപ്പോഴും വിശ്വാസികൾക്കൊപ്പമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ വിശ്വാസികളുടെ താൽപര്യം പരിരക്ഷിക്കുന്ന നിലപാട് സർക്കാർ കൈക്കൊള്ളും. ഇടതുമുന്നണിയിൽ കൂടിയാലോചിച്ച ശേഷം സർക്കാർ നിലപാട് കോടതിയെ അറിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അല്ല, ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും പറഞ്ഞല്ലോ, ജനങ്ങളോടൊപ്പമായിരിക്കും, വിശ്വാസികളോടൊപ്പമായിരിക്കും. അത് കാര്യത്തിൽ സംശയമൊന്നുമില്ല. അന്നത്തെ വന്ന് കോടതി വിധിയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ കാര്യങ്ങളെ സംബന്ധിച്ചും ഗവൺമെൻറ് കൂടിയാലോചിച്ചില്ല, ക്യാബിനറ്റ് വരുന്നതേ ഉള്ളൂ. LDF കൂടിയാലോചിച്ച് ആ കാര്യത്തിൽ നിലപാട് വരും. വിശ്വാസികൾക്കൊപ്പം എന്ന് പറയുമ്പോൾ അല്ല, അത് നേരത്തെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവിടുത്തെ വിവിധ ക്ഷേത്രങ്ങളിലെ ആരാധനകളൊക്കെ ചെയ്യുന്നവർക്ക് ദേവസ്വം വകുപ്പ് വിശ്വാസികളുടെ താല്പര്യം പരിരക്ഷിക്കുന്ന രൂപത്തിൽ ശബരിമലയിലെ ക്ഷേലും ആറ്റുകാൽ പൊങ്കാലയായിരുന്നാലും എന്നാലും തൃശ്ശൂർ പൂരമായിരുന്നാലും അതിലെല്ലാം വിശ്വാസികളോടൊപ്പം നിന്ന് അവരുടെ താല്പര്യം പരിരക്ഷിക്കുന്ന നിലപാടാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത്. അതിലൊരിക്കലും വിശ്വാസികൾക്കെതിരായി നിൽക്കില്ല. അതല്ല, അത് ഇപ്പോൾ സുപ്രീം കോടതിയിലെ വിഷയം പരിഗണിക്കുന്നത്. നമ്മളിപ്പോൾ സുപ്രീം കോടതിയിൽ വിഷയം പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി തന്നെയാണ് ഇതിന്മേലുള്ള നേരത്തെ തീരുമാനം എടുത്തത്. അതാണ് പുനഃപരിശോധനാ ഹർജിയിലൂടെ പുതിയ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ 14 ആകുമ്പോഴേക്ക് നമ്മുടെ നിലപാട് അറിയിക്കേണ്ട കാര്യം വരും. അത് കൂടി ആലോചിച്ച് കൃത്യമായി നമ്മുടെ നിലപാട്. ശബരിമല വിഷയത്തിൽ സർക്കാർ സമചിത്തതയോടെ ഒരു തീരുമാനമെടുക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. ഇത് സുപ്രീം കോടതി വിധിയാണ്. ഈ വിഷയം വോട്ടിനായി ഉപയോഗപ്പെടുത്തുന്നത് UDF ആണ്. സ്ത്രീകളെ ശബരിമലയിൽ കയറ്റാൻ സുപ്രീം കോടതി സമീപിച്ചത് ആരാണെന്ന് നോക്കുമെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ഹൈക്കോടതി തീരുമാനം രാഷ്ട്രീയമായ തിരിച്ചടിയാണോ എന്ന് ഇപ്പോൾ പറയാനാവില്ലെന്നും മന്ത്രി. സർക്കാർ ഇതിൽ വളരെ സമചിത്തതയോടെ ഒരു തീരുമാനമെടുക്കും എന്ന് പറഞ്ഞാൽ ഇത് സുപ്രീം കോടതി വിധിയാണ്. സർക്കാരോ കേരളത്തിലെ ഏതെങ്കിലും പാർട്ടികളോ അതിലൊരു അഭിപ്രായം പറയാൻ കഴിയുന്ന വിധത്തിലല്ല ഇതുവരെ ഉണ്ടായിരുന്നത്. ചില സാഹചര്യങ്ങളിൽ എടുത്ത തീരുമാനം തിരുത്തേണ്ടി വരുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. ഇടതുപക്ഷം ജനങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് മാത്രമേ തീരുമാനമെടുക്കൂ. ആചാര ലംഘനം പാടില്ല എന്നതാണ് സർക്കാർ നിലപാടെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ഡെമോക്രസിയിൽ ഒരു തീരുമാനം ഇരുമ്പോലൊക്കെയല്ല. അപ്പോൾ ചില തീരുമാനങ്ങൾ ചില സമയത്ത് എടുക്കും. ആ സാഹചര്യം മാറി ജനങ്ങളുടെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് ജനാധിപത്യ സർക്കാരുകൾ അതിൻ്റെ തീരുമാനങ്ങളിൽ മാറ്റം വരുത്തും. അല്ലാതെ ജനാധിപത്യ സർക്കാർ എടുക്കുന്ന ഒരു തീരുമാനം ഇത് ഏകാധിപതിയുടെ ഭരണമല്ലല്ലോ. അപ്പോൾ LDF ചർച്ച ചെയ്യും. അങ്ങനെ ചർച്ച ചെയ്തിട്ട് ജനവികാരം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഭരിക്കാനാണ് ജനാധിപത്യം. തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് ഔദ്യോഗികമായി കടക്കാൻ ഇടതുമുന്നണിയും NDAയും LDF യോഗം ഈ മാസം 23 ചേരും. BJPയുടെ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിനും ഇന്ന് തുടക്കമായി. അതേസമയം UDFന്റെ ഔദ്യോഗിക ചർച്ചകൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. തെരഞ്ഞെടുപ്പ് അങ്കത്തട്ടിലെത്തിയ മുന്നണികൾ ഔദ്യോഗികമായി സീറ്റ് ചർച്ചകളിലേക്ക് കടക്കുകയാണ്. UDF നേരത്തെ തന്നെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടന്നു കഴിഞ്ഞു. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. ഈ മാസം 23-നാണ് ഇടതുമുന്നണി യോഗം ചേരുക. ഘടകകക്ഷികളുമായുള്ള സീറ്റ് ചർച്ചകളും സ്ഥാനാർത്ഥി നിർണയത്തിലും തുടക്കമാകും. BJPയുടെ തെരഞ്ഞെടുപ്പ് സമിതി യോഗവും ഇന്ന് ഔദ്യോഗികമായി ആരംഭിച്ചു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, കേരളത്തിന്റെ പ്രഭാരിമാരായ വിനോദ് താവഡെ, ശോഭ കരന്തലജെ, പ്രകാശ് ജാവ്ദേക്കർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ചർച്ചകൾ നടന്നത്. പാർട്ടിയുടെ സംസ്ഥാന ഇലക്ഷൻ കമ്മിറ്റി യോഗം കൂടുകയും BJP മത്സരിക്കുന്ന അസംബ്ലികളെ സംബന്ധിച്ചുള്ള ചർച്ചകളും അതോടൊപ്പം തന്നെ മറ്റു മുന്നണി ഘടകകക്ഷികൾ മത്സരിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ച് അതാത് ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടത്തേണ്ടതുണ്ട്. അതും കൂടെ നടത്തിയതിന് ശേഷം BJPയുടെ കേന്ദ്ര പാർലമെൻ്ററി ബോർഡിന് BJPയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾക്കായിട്ട് ഈ ലിസ്റ്റ് ഡൽഹിയിലേക്ക് അയക്കാൻ തീരുമാനിച്ചു.
നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം, പാല, തിരുവല്ല തുടങ്ങിയ സ്റ്റാർ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാകും BJP ഒന്നാം ഘട്ടത്തിൽ പ്രഖ്യാപിക്കുക. മാർച്ച് ആദ്യവാരം തന്നെ 3 മുന്നണികളും ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇടതുപക്ഷത്തെ പരോക്ഷമായി വിമർശിച്ചും കോൺഗ്രസിനെ പുകഴ്ത്തിയും ചലച്ചിത്ര താരവും മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ പ്രേംകുമാർ കലാകാരന്മാരുടെ ആവിഷ്കാര അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം ഫാസിസമെന്ന് വിമർശനം. വർഗീയതയ്ക്കെതിരെ പോരാടാൻ കോൺഗ്രസ് അല്ലാതെ ഒരു ബദലില്ല എന്നും പ്രേംകുമാർ കോട്ടയത്ത് പറഞ്ഞു. KPCC സംസ്കാര സാഹിതി കോട്ടയത്ത് സംഘടിപ്പിച്ച ഉത്സവ് 2026 പരിപാടിയുടെ സമാപന സമ്മേളനത്തിൽ പുരസ്കാര വിതരണം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്നും തന്നെ നീക്കം ചെയ്തതിനെതിരെ പ്രതികരണം നടത്തിയ ശേഷം ആദ്യമായി പ്രേംകുമാർ കോൺഗ്രസ് വേദിയിലെത്തുന്നത് കോട്ടയത്ത് KPCC സംസ്കാര സാഹിതിയുടെ പരിപാടിയിലാണ്. ഈ വേദിയിൽ ഇടതുപക്ഷത്തിനെതിരെ അദ്ദേഹം പരോക്ഷ വിമർശനം ഉന്നയിച്ചു. സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനമെന്നും കലാകാരനെ സംബന്ധിച്ചിടത്തോളം അതിരുകളില്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നത് ഫാസിസം വളരുന്നതിൻ്റെ ഭാഗമാണ്. മുൻപ് സിനിമകളിലും നാടകങ്ങളിലും ആവിഷ്കരിക്കപ്പെട്ട പലതും ഇന്ന് ആവിഷ്കരിക്കാൻ സാധിക്കുകയില്ല. സമൂഹം അത്രമേൽ അസഹിഷ്ണുത നിറഞ്ഞതായി മാറി. ഫാസിസം ഏറ്റവും ഭയപ്പെടുന്നത് കലാകാരൻ്റെ മൂർച്ചയുള്ള വാക്കുകളെയാണ്. അതുകൊണ്ടാണ് കലാകാരനെ ഉന്മൂലനം ചെയ്യാൻ പോലും ശ്രമങ്ങൾ നടക്കുന്നതെന്നും പ്രേംകുമാർ പറഞ്ഞു. എഴുത്തുകാരൻ്റെ ഒക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം, കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം, അതൊക്കെ വല്ലാതെ വെല്ലുവിളി നേരിടുന്നു എന്ന് പറയുമ്പോൾ അത് ഫാസിസത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. എതിർ ശബ്ദങ്ങളെ നിശബ്ദമാക്കുക. ഈ എതിർ ശബ്ദങ്ങൾ വല്ലാതെ അവരെ അസ്വസ്ഥമാക്കും. അത് ഉയർത്തുന്നവരെ നിശബ്ദമാക്കും, ചിലപ്പോൾ ഇല്ലാതാക്കി കളയും. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക ഭരണകൂടത്തിന്റെ ഒരു സ്വഭാവമല്ല. നമ്മൾ ജർമ്മനിയിൽ ഹിറ്റ്ലറാണ് ഫാസിസം എന്ന് നമ്മൾ വിചാരിക്കും. അതല്ല. ഇങ്ങനെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ, മനുഷ്യന്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങൾക്കും മേലുള്ള കടന്നുകയറ്റം ആര് നടത്തുന്നതോ അതെല്ലാം ഫാസിസമാണ്. മനുഷ്യരെ പലതിൻ്റെ പേരിലും ഭിന്നിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നു. രാജ്യത്ത് വർഗീയതയ്ക്കെതിരെ പോരാടാൻ കോൺഗ്രസ് അല്ലാതെ ഒരു ബദലില്ല. ഇടതുപക്ഷത്തിന് ഇതിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും പ്രേംകുമാർ പറഞ്ഞു. വിവിധ രംഗങ്ങളിലുള്ള കലാകാരന്മാർക്ക് സംസ്കാര സാഹിതി ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങളുടെ വിതരണവും അദ്ദേഹം നിർവഹിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്കാര സാഹിതി സംസ്ഥാന ചെയർമാൻ CR മഹേഷ് MLA ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ വിവിധ നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കോട്ടയം. സ്ഥാനാർത്ഥി പട്ടിക വേഗത്തിൽ തയ്യാറാക്കാൻ ശ്രമിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ പട്ടിക പുറത്തിറങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസിലേക്ക് വരുന്ന എല്ലാവരെയും സ്ഥാനാർത്ഥികളാക്കുമെന്ന ധാരണ വേണ്ടെന്നും പാർട്ടിക്ക് വ്യക്തമായ ഒരു സംവിധാനമുണ്ടെന്നും കോൺഗ്രസിന് സ്ഥാനാർത്ഥി ക്ഷാമമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മണിശങ്കർ അയ്യരെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണെന്ന് ആരോപിച്ച രമേശ് ചെന്നിത്തല തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇത്തരം നിലപാടുകൾ പതിവാണെന്നും പറഞ്ഞു. ധാരാളം ആളുകൾ ഇപ്പോൾ ഇടതുമുന്നണിയുടെ നയങ്ങളിൽ പ്രതിഷേധിച്ച് ധാരാളം വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഒക്കെ UDFിലേക്ക് വരാൻ ആഗ്രഹമുണ്ട്. വരുന്നവരെല്ലാം സ്ഥാനാർത്ഥിയാണെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. അങ്ങനെ ആരും സ്ഥാനാർത്ഥിത്വം ഒന്നും ചോദിച്ചിട്ടില്ല. അവരാരും സ്ഥാനാർത്ഥികളാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമില്ല. അപ്പോൾ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ളത് പാർട്ടിയുടെ ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൽ തീരുമാനിക്കും. അല്ലാണ്ട് ഞങ്ങൾക്ക് ഏതായാലും സ്ഥാനാർത്ഥികളുടെ ക്ഷാമമില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. മണിശങ്കർ അയ്യരെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്, ഒരു സംശയവും വേണ്ട. ഇനി ഇലക്ഷൻ ആകുമ്പോഴും അദ്ദേഹത്തെ കൊണ്ടുവരാൻ പരിപാടി ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പലപ്പോഴും കോടതിയലക്ഷ്യ ഹർജിയിൽ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശം. യൂണിവേഴ്സിറ്റി മുൻ രജിസ്ട്രാർ KS അനിൽകുമാർ നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലാണ് നടപടിയുണ്ടായിരിക്കുന്നത്. സിൻഡിക്കേറ്റ് തീരുമാനത്തിൽ തുടർ നടപടി എടുക്കാത്തതിലാണ് കോടതിയലക്ഷ്യ ഹർജി. കേരള സർവകലാശാല വൈസ് ചാൻസലർ നേരിട്ട് ഹാജരാകുവാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മുൻ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ KS അനിൽകുമാർ നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലാണ് ഹൈക്കോടതി നിർദ്ദേശം. സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ തുടർ നടപടിയെടുക്കാത്തത് ചൂണ്ടിക്കാട്ടിയാണ് വൈസ് ചാൻസലർക്കെതിരെ കോടതിയലക്ഷ്യ ഹർജി നൽകിയത്. അനിൽകുമാറിനെ മുൻപ് സസ്പെൻഡ് ചെയ്ത നടപടി പുനഃപരിശോധിക്കുവാൻ കോടതി സിൻഡിക്കേറ്റിന് നിർദ്ദേശം നൽകിയിരുന്നു. സിൻഡിക്കേറ്റ് തീരുമാനം വീണ്ടും പരിശോധിച്ചെങ്കിലും VC ഇത് അംഗീകരിച്ചില്ല. ഫലത്തിൽ കോടതി നിർദ്ദേശം VC അവഗണിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുൻ രജിസ്ട്രാർ കോടതിയലക്ഷ്യ ഹർജി നൽകിയത്. VCയുടെ നടപടിയിൽ പ്രഥമ നിഷ്ഠ കോടതിയലക്ഷ്യമുണ്ടെന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. ഇതേ തുടർന്നാണ് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലോട് നേരിട്ട് ഹാജരാകുവാൻ കോടതി നിർദ്ദേശം നൽകിയത്. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നടൻ ജയറാം, ഇടനിലക്കാരൻ കൽപേഷ് എന്നിവരെ ചോദ്യം ചെയ്ത് ED. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ജയറാമിന് സാമ്പത്തിക ഇടപാടുണ്ടോ എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. ചില സംശയങ്ങൾ ചോദിച്ചു എന്നും വീണ്ടും വരാൻ ED ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ജയറാം പ്രതികരിച്ചു.
സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ജയറാമിന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്നാണ് ഇഡി പരിശോധിക്കുന്നത്. ശബരിമലയിലെ വാതിൽപ്പാളികൾ ജയറാമിന്റെ വസതിയിൽ എത്തിച്ചതിന് പോറ്റി പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് വിശദമായി പരിശോധിച്ചു വരികയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സൗഹൃദമുണ്ടെന്നും 1 രൂപയുടെ പോലും പണമിടപാട് നടന്നിട്ടില്ലെന്നുമാണ് ജയറാം SITക്ക് നൽകിയിരിക്കുന്ന മൊഴി. ശബരിമലയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് ഓരോ മലയാളിയുടെയും ബാധ്യതയാണെന്നും അതിലൊരാളാണ് താനെന്നും ജയറാം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സ്കാം എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് 100% വെളിച്ചത്ത് കൊണ്ടുവരികയും അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുള്ളവരെ എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാൻ ഓരോ മലയാളിയും ബാധ്യസ്ഥനാണ്. ആ ഒരു മലയാളിയുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഞാനും. എന്നിൽ നിന്നും ഇവർക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായ 1-2 കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ നമുക്ക് സത്യം വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ട്. ഇടനിലക്കാരൻ കൽപേഷും കൊച്ചിയിലെ ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധന് സ്വർണം എത്തിച്ചു നൽകിയത് ഇയാളായിരുന്നു. എന്നാൽ പ്രതിഫലമൊന്നും ലഭിച്ചില്ലെന്നാണ് കൽപേഷ് SITക്ക് നൽകിയിരിക്കുന്ന മൊഴി. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീയെ കഴിഞ്ഞ ദിവസം ED ചോദ്യം ചെയ്തിരുന്നു. സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊണ്ടുപോകാമെന്ന മിനിറ്റ്സിൽ തിരുത്തി എഴുതിയത് ജയശ്രീയാണെന്നാണ് SITയുടെ കണ്ടെത്തൽ. ഇവരുടെ കൈയക്ഷരം പരിശോധിക്കാനുള്ള നടപടികളിലേക്ക് ED കടന്നിട്ടുണ്ട്. മാത്രമല്ല ജയശ്രീയുടെ സ്വത്ത് വിവരങ്ങളും ED ശേഖരിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രിയുടെ ജാമ്യഹർജിയിൽ നാളെ വിധി പറയും. വിശദമായ വാദം പൂർത്തിയാക്കിയ ശേഷമാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യഹർജിയിൽ വിധി പറയുന്നത്. തന്ത്രിയുടെയും കുടുംബത്തിന്റെയും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അതേസമയം ജാമ്യഹർജി തള്ളിയാൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിന്റെ നീക്കം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പക്കേസിലും തന്ത്രി കണ്ഠര രാജീവർ പ്രതിയാണ്. പ്രത്യേക അന്വേഷണ സംഘം ഏറ്റവും ഒടുവിലായി അറസ്റ്റ് ചെയ്തതും തന്ത്രിയെയാണ്. എന്നാൽ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ തന്ത്രിക്ക് ഇടപെടാൻ കഴിയില്ലെന്നും ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് ബന്ധമുള്ളതെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഭാഗം കോടതിയിൽ ജാമ്യഹർജി നൽകിയത്. തന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള ബന്ധം സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിവെച്ചു എന്നായിരുന്നു SITയുടെ കണ്ടെത്തൽ. ജാമ്യാപേക്ഷയെ പ്രത്യേക അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും കോടതിയിൽ ശക്തമായി എതിർത്തു. തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളും പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. തന്ത്രിയുടെ പേരിൽ 2,05 ലക്ഷം രൂപയും ഭാര്യയുടെ പേരിൽ 62 ലക്ഷം രൂപയും ആദായ നികുതി വകുപ്പിനെ അറിയിക്കാതെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപമുണ്ടെന്നാണ് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചത്. ഇടപാടുകളെക്കുറിച്ച് അന്വേഷണം തുടരുകയാണെന്നും ഈ ഘട്ടത്തിൽ ജാമ്യം നൽകരുതെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. തന്ത്രി ദേവസ്വം ബോർഡിൽ നിന്ന് 7.5 ലക്ഷം രൂപ കൈപ്പറ്റിയതായും SIT കോടതിയിൽ ചൂണ്ടിക്കാട്ടി. അതിനാൽ തന്ത്രി പബ്ലിക് സർവന്റിന് സമാന സ്ഥാനത്താണെന്നും അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നും അന്വേഷണ സംഘം വാദിച്ചു. 2004 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് ബന്ധമുണ്ടെന്നും SIT കോടതിയെ അറിയിച്ചിരുന്നു. അതേസമയം പ്രോസിക്യൂഷൻ വാദങ്ങളെ പ്രതിഭാഗം പൂർണ്ണമായും എതിർത്തു. ഇരു കേസുകളിലുമായി തന്ത്രി സമർപ്പിച്ച ജാമ്യഹർജിയാണ് വാദം പൂർത്തിയാക്കി കൊല്ലം വിജിലൻസ് കോടതി നാളെ വിധി പറയുന്നത്. ജാമ്യഹർജി തള്ളിയാൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിന്റെ നീക്കം. അമൃത ന്യൂസ്, കൊല്ലം. ശബരിമല കേസന്വേഷണത്തിൽ SITക്കെതിരെ ദുഷ്പ്രചരണങ്ങൾ ഉണ്ടായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചാണ് SIT പ്രവർത്തിക്കുന്നതെന്നാണ് പ്രചരിപ്പിച്ചത്. എന്നാൽ ഹൈക്കോടതിയുടെ വിധി കുപ്രചരണം നടത്തിയവർക്കുള്ള മുഖമടച്ച് അടികിട്ടുന്നത് പോലെയായെന്നും പിണറായി പറഞ്ഞു. പോലീസിന്റെ നിയമത്തിനും ചട്ടത്തിനും വിപരീതമായി ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും സർക്കാരിൽ നിന്നോ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും ഒരു പരിരക്ഷയും ലഭിക്കുകയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പലതരത്തിലുള്ള കുറ്റവും ചെയ്ത് ആ കുറ്റത്തിൻ്റെ തീവ്രത അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പലതരത്തിലുള്ള ബന്ധങ്ങൾ, അവരുടെ ചില പ്രത്യേക സ്വാധീനങ്ങൾ, പ്രത്യേകമായ ചില ശക്തികൾ അവരുടെ പിന്നിലുണ്ട് എന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിക്കൽ, ഇതെല്ലാം ഉണ്ടാകാറുണ്ട്. ശബരിമല നിലയ്ക്കൽ അന്നദാനത്തിലെ സാമ്പത്തിക ക്രമക്കേട് കേസിൽ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജയപ്രകാശിനെ അന്വേഷണ വിധേയമായി ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തു. കേസിൽ ED പ്രോസിക്യൂഷൻ നടപടികൾക്ക് അനുമതി തേടിയതോടെയാണ് സസ്പെൻഷൻ. നിലയ്ക്കലിൽ അന്നദാനം നടത്തിയ വകയിൽ ദേവസ്വം ബോർഡിനെ കബളിപ്പിച്ച് 52 ലക്ഷം രൂപയോളം തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ED കേസെടുത്തത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തൃക്കാരിയൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറാണ് ജയപ്രകാശ്.